എന്തായാലും ബസ് ഇറങ്ങി കാർ എടുത്തിട്ടാണ് എൻ്റെ 2 വീട് വരെ പോകും. 2 വീട് വേണ്ട, 1 വീട് മതി. പഠിക്കുക ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് അങ്ങോട്ടാണ്, ഇത് മതി. ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആരാണാവും. അയാൾക്ക് നന്ദി, നമസ്കാരം. വിട്ടോളി, ക്യാമറ വെക്കാൻ മതി. ഇതിന് 50ൻ്റെ മുകളിൽ കിടന്നാൽ 100 വെക്കലൊക്കെ ഞാൻ കടന്നു പോകണത്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ അതേപോലെ തന്നെ ഉണ്ടല്ലോ. നോക്കട്ടെ, വീട് തന്നെയാണ് അല്ലെങ്കിൽ തിരിച്ചു പോകണം. അയ്യോ, ഇതിൻ്റെ വീടല്ല. വണ്ടി അപ്പം കിട്ടി. എൻ്റെ വീട് അവിടെ നേരം കിട്ടി. എന്നിട്ട് വേണം എൻ്റെ വീടൊന്ന് സ്വിമ്മിംഗ് പൂളാക്കാൻ. എൻ്റെ വീടിൻ്റെ ആക്കാൻ ലേശം ഒന്ന് സ്വിമ്മിംഗ് പൂളാക്കാൻ. കാർ വെക്കുന്ന സ്ഥലത്തും സ്വിമ്മിംഗ് പൂളാക്കാൻ. ഓക്കെ നേരം തന്നെയാണ്. ഇവിടെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാൻ എത്ര കുറച്ച്, എന്നിട്ട് ഇത്ര ആയി ടാങ്ക്. ഇറങ്ങ സ്വിമ്മിംഗ് പൂളാക്കൽ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. സ്വിമ്മിംഗ് പൂളാക്കൽ പരിപാടി തുടങ്ങിയിരിക്കുന്നു. ആരെന്നോട് ചോദിക്കരുത് കേട്ടാ, എനിക്ക് വട്ടാണോന്നൊക്കെ. അതൊന്നുമില്ല കേട്ടാ, വെറുതെ രസം. അത് നീന്തി കളിക്കുന്ന സ്ഥലം കിട്ടില്ല. എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളില്ലേ, നീന്തി കളിക്കാനൊരു സ്ഥലം നല്ലതല്ലേ. കാറും കൂടി വെള്ളത്തിക്കണം. ടൈഗറിൻ്റെ പിന്നാലെ വരണത്. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കുക. ശിശുവിനെ പിടിച്ചാൽ കിട്ടൂല. ഗെയിമറാ ഇങ്ങോട്ട് ഫോൺ തോന്നിട്ട് ഗെയിം കളിക്കാറ്. അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മൊറോക്കല്ലേ ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ആ ഫലസ്തീനെ പാവം ഇങ്ങനെ ഇട്ടിച്ച് കൊല്ലാനൊക്കെ നോക്കിയിരുന്നവരാണ്. കണ്ടോന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ആ ഹാർട്ടൊക്കെ ഹീറോ ആക്കാൻ പോവാം. എന്നിട്ട് ഇതിന് വെടിയാക്കണം. എന്നോട് കളി വേണ്ട. ഒന്നുമില്ല ചോദിക്ക. വെടിച്ച് കൊല്ലല്ലേ നീ തോക്കെടുത്ത് വെടിയൊക്കെ. എന്തെന്താ ഓടും. ഞാൻ തോക്കെടുത്ത് വെച്ച് എന്നെ വെടിയൊക്കെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഓടുകയല്ലടിച്ച് ഞാൻ. ഇതിന് ഞാനല്ലോ ഇവിടെ ഓടണ്ട്, പേടിച്ചിട്ട് ഓടും. ചത്ത് അണ്ടി ചാടി വിട്ടു. ഇങ്ങനെയായിരുന്നു നിന്ന് നേരത്തൊന്നും വിൽക്കാത്ത ഒരു കട്ട പോലെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ. വീടിൻ്റെ അകത്തൊന്നും കേട്ടു. ഇപ്പട്ടെ ജോലി ഞാൻ ടി വി ഉണ്ടാക്കാം. അത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ടോ ടി വി വേണമല്ലോ. എങ്ങനെയുണ്ട് ഞാൻ പൊത്തി ഈ കിടക്കണോടത്തും കൊണ്ട് സ്വിമ്മിംഗ് പൂളാക്കാം. നിരങ്ങനെ നീന്തണ്ടാ പോരെ. ഡോറും ലോക്കാക്കണല്ലോ. ലോക്ക്. ഞാൻ ഈ സൈഡിൽ കൂടെ പോയിക്കോ. പോകും. പോന്നു.
ഇനി ഡോറും തുറക്കാൻ പോട്ടെ. ഡോറ് നോക്കാൻ ഞാൻ മറന്നു. അത് തുറന്നു. ഇനി കയറണ്ട. ഹെൽപ്മിയാ എന്തുണ്ടാക്കണ ഓടുണ്ട്. ഫോൺ തോണ്ടിട്ടാണ്. ഏതാ സാധനോ? ഇങ്ങനത്തെ ഏതാണ്ട് വീടാ. ഈ വീട് വിളിക്കാൻ കിട്ടുമോ? നോക്കി വെക്കാം. വേണ്ട നമുക്ക് നോക്കണ്ട. ഒരു ശവ വീട്ടിൽ കിടന്നിട്ട് ഇപ്പം നല്ല രസമുണ്ട്. ഞാൻ പുറത്തേക്ക് തന്നെ എത്തിയ കണ്ട ഞാൻ എൻ്റെ വീട്ടിക്കോട്ടെ. വേണ്ട റൊമാൻസ് മനസ്സിലായ? അതിന് ഞാൻ ഓടിപ്പിച്ചതാ. ഇതെൻ്റെ വീട്ടിൽ കണ്ടിട്ടാലോ? ഇതിപ്പോൾ കേരപ്പെടും. നല്ല സ്പീഡിൽ പോകേണ്ട സമയം. വീട്ടിലേക്ക് പറപ്പിച്ചിടാൻ പറ്റിയതാണ്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോട് ശരിയല്ല. ഇങ്ങോട്ട് പടയിലും വീട് ഞാനെന്താ വണ്ടി ആരും മോഷ്ടിച്ചു? എൻ്റെ വണ്ടി ആരും മോഷ്ടിച്ചിട്ടില്ല. നല്ല കുട്ടി. എന്തോ ഭ്രാന്ത വെറുതെ വിട്ടിരിക്കുന്നു. ഇതിന് താഴത്തിക്കട്ടെ. ഞാൻ ചാവുന്നില്ലല്ലോ. വീടിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂള്, പുറത്ത് സ്വിമ്മിംഗ് പൂള് ബെസ്റ്റ്. എന്നാൽ മുകളിലൊന്ന് ഓട്ടൊക്കെ കണക്ക്. അതൊന്ന് തുറക്കാൻ കിട്ടത്ത്. കിട്ടി. മുകളിലേക്കൊന്ന് പോകണം. ആ സ്റ്റെപ്പ് അതാ സ്റ്റെപ്പ്. ചെറിയ സ്റ്റെപ്പ്, കുറച്ച് പ്രയാസം. ഞാൻ പറഞ്ഞു നോക്കിട്ടില്ല. അപ്പം തന്നെ ഇതായി. കയറി പൊളിക്കട്ടെ. ഇത് നിലത്തേക്ക് നോക്കിയാലോ? ടേബിള് നോക്കാം. ഇതെന്താ മായാചാലം? നിലത്തേക്കില്ല. ഞാനാ നിൽക്കണില്ല. ഞാനിവിടെ എന്നെ വിളിക്കും. മുകളിൽ കയറിപ്പോ. പൊളിക്കട്ടെ. പൊളി. അമ്മച്ചി ഇതെന്താണ്? നിങ്ങളപ്പുറത്തോണ്ട് ചാടും. ഒന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ മാത്രമേ ചാടാൻ പഠിച്ചു.